ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ക്ലിപ്പുകൾ കണ്ടാൽ നോക്കിപ്പോകാത്തത് ആരാണ്, മറുപടി പറയാത്തത്, അതിനോട് പ്രതികരിക്കാത്തത് ആരാണ് എന്നൊക്കെ. അല്ല, അത് തൃക്കാക്കരയിലായിരുന്നു. ഇതുപോലുള്ളൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്, ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിച്ചതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമ പരിലാളനയിൽ ഇവർക്കൊക്കെ വളരെ വളരെ ഇതായിരുന്നു. ഇന്ന് ഈ അടൂരിലെ പത്രസമ്മേളനത്തിൽ കൈരളിക്കെതിരായി ചീറുന്ന കണ്ടല്ലോ ഈ മാന്യൻ. കൈരളിക്കെതിരായിട്ട് ചീറുന്നു. കൈരളിക്കെതിരായിട്ട് ചീറിയ ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ക്രിമിനൽ കേസുണ്ടോ, ക്രിമിനൽ കേസുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന പ്രമുഖയായ ഒരു KSUവിൻ്റെ തന്നെ പ്രവർത്തകയായിട്ടുള്ളൊരു കുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചിട്ടില്ലേ? ഈ കേരളത്തിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ആ കുട്ടിയോട് എത്രത്തോളം മോശമായിട്ടാണ് ഈ വ്യക്തി പെരുമാറിയത്. അവസാനം വിഭാഗത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധം വന്നപ്പോൾ അവർ ജാതി അതായിപ്പോയി, കീഴ്ജാതിയായിപ്പോയി. അവർ കീഴ്ജാതിയായിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ ജാതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അറപ്പുള്ള ജാതിയാണ്. അപ്പോൾ അറപ്പുള്ള ജാതിയായി കഴിഞ്ഞാൽ പണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിൽ ഒരു സമുദായത്തിൽ മതത്തിലെ സമുദായത്തിൽപ്പെട്ടയാൾ താഴ്ന്ന ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റായ നിലയ്ക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് KSU പ്രവർത്തക എന്ന നിലയ്ക്കുണ്ടായ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തി. എന്നിട്ടും എന്തേ കോൺഗ്രസ് അനങ്ങിയില്ല? എൻ്റെ ചോദ്യം. KSUവിൽ പ്രവർത്തിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാർക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീടുകളിലെ ഇന്നലെ റിനി ജോർജ് വെളിപ്പെടുത്തിയ കാര്യം എന്താണ്? കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാര്യമാർ, പെൺമക്കൾ ഇതിനിരയായതിൻ്റെ വിവരം അവരുടെ പക്കലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചല്ലോ, തെളിവുണ്ടോ, എൻ്റെ പേര് പറഞ്ഞോ, തെളിവുണ്ടോ? ചോദിച്ചതിന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നല്ലോ തെളിവ്, സംഭാഷണങ്ങൾ പുറത്തു വന്നല്ലോ. ആ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള തെളിവ് അവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, എനിക്കൊരു പ്രസ്ഥാനത്തോട് കൂറുണ്ട്, സ്നേഹമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നുച്ചയ്ക്കും ഈ ബഹുമാനപ്പെട്ട വ്യക്തിയെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഒരു അശ്ലീല സന്ദേശം അയച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എന്തു ചെയ്യണം കോൺഗ്രസ്? അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ റിനി ജോർജ് ഇന്നലെ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണ്? ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ, കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സോളാർ കേസിൽ പെട്ടിട്ട് എന്തായി എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് ഇയാൾ ചെയ്തത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ വിഷയം അവസാനിക്കുന്നതല്ല. ഒരു MLA സ്ഥാനത്തിൻ്റെ രാജിയല്ല പ്രശ്നം. ഈ വ്യക്തിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കോൺഗ്രസിൽപ്പെട്ട വനിതകൾ തന്നെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിനാണ് KPCC ഉത്തരം പറയേണ്ടത്, AICC ഉത്തരം പറയേണ്ടത്, കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. മറ്റൊരു കാര്യത്തിലും രാഷ്ട്രീയമായ തീരുമാനം ഇപ്പോൾ ആവശ്യമില്ല.